ചെറിയ കാരണത്തിന് വേണ്ടി നിന്നെക്കൊണ്ട് കരയിപ്പിക്കുന്നവരില്ലേ, മനസ്സ് വേദനിപ്പിക്കുന്നവരില്ലേ, ഭാര്യന്റെ ഉമ്മനെ പറയുന്നവരില്ലേ, ഭാര്യന്റെ ബാപ്പനെ പറയുന്നവരില്ലേ, ഭാര്യന്റെ മനസ്സ് വേദനിക്കുന്ന സംസാരങ്ങൾ നടത്തി പാവപ്പെട്ട ആ പെൺകുട്ടിയുടെ കണ്ണിൽ നിന്ന് വെള്ളമൊലിപ്പിച്ച് നോക്കി രസിക്കുന്ന ചില ചെറുപ്പക്കാരില്ലേ? മോനെ, നിന്നെ വിചാരണ ചെയ്യുന്നൊരു സമയം വരാനുണ്ട്. നിനക്ക് വിട്ടുവീഴ്ച ചെയ്യേണ്ട റബ്ബിൽ നിന്ന് നിനക്ക് വിട്ടുവീഴ്ച കിട്ടണോ എങ്കിൽ നീ ഒരു കാര്യം ചെയ്തോ. നിന്റെ ഭാര്യയിൽ നീ വിവേകശൂന്യമായ പ്രവർത്തനം നടന്നെങ്കിൽ, നിന്റെ കുടുംബത്തിൽ നിന്നോട് മോഹിൽ അല്ലെങ്കിൽ മോശമായ നിലക്കുള്ള സംസാരം നടന്നെങ്കിൽ, നീ അത് പൊരുത്തപ്പെട്ട് വിട്ടുവീഴ്ച ചെയ്താൽ നിന്റെ ജീവിതത്തിൽ വന്ന അപാകതകൾ അല്ലാഹു നിനക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ അത് കാരണമല്ലേ? അതേ സമയത്ത് അതാ നീതി ലഭിക്കേണ്ട ഭർത്താക്കന്മാരിൽ നിന്ന് അനീതി മാത്രം ലഭിച്ച് വേദനിക്കുന്ന എത്ര സ്ത്രീകളുണ്ട്. ഞാൻ ചെറിയ സാമ്പിളിന് വേണ്ടി പറഞ്ഞതാണ്. പ്രായമുള്ളവരെ ബഹുമാനിക്കുന്നതിന് പകരം നിന്ദിക്കുന്ന എത്ര ആളുകളുണ്ട്. ആലിമീങ്ങളെ ഗ്രൂപ്പ് തിരിച്ച് കുറ്റം പറയുന്നവരില്ലേ? നിഷ്കളങ്കരായ ആളുകളെ അതാ അനാവശ്യമായി അവരെ നിസ്സാരപ്പെടുത്തുന്നവരില്ലേ? ചോദിക്കട്ടെ, നമ്മുടെ നാവ്, നമ്മുടെ കണ്ണ്, നമ്മുടെ കാത്, നമ്മുടെ കയ്യ്, നമ്മുടെ കാല്, നമ്മുടെ മനസ്സ്, നമ്മുടെ എല്ലാ യജമാനായ റബ്ബിന്റെ നിയന്ത്രണത്തിലാണെങ്കിൽ ആ റബ്ബ് ഓരോന്നിനെ കുറിച്ചും ചോദ്യം ചെയ്യുന്നൊരു സന്ദർഭം ഓരോ മനുഷ്യനും വരാനില്ലേ? അല്ലാഹുവിലേക്ക് മടക്കപ്പെടുന്നൊരു ദിവസം. ആ ദിവസത്തിൽ രക്ഷപ്പെടാൻ എന്താണ് വേണ്ടത്? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ഉപദേശം സ്വീകരിക്കലാണ്. നമ്മുടെ മുൻഗാമികളായ മഹാന്മാരെ ഉപദേശം സ്വീകരിക്കലാണ്. ആ നിലക്ക് അല്ലാഹു നിർബന്ധമാക്കിയ നിസ്കാരം അതൊരിക്കലും ഖളായി പോകാതെ കൃത്യമായി നിർവഹിക്കേണ്ടതുണ്ട്. കഴിവുള്ളവൻ സക്കാത്ത് കൊടുക്കേണ്ടതുണ്ട്, നോമ്പെടുക്കേണ്ടതുണ്ട്, ഹജ്ജ് ചെയ്യേണ്ടതുണ്ട്, ഉംറ ചെയ്യേണ്ടതുണ്ട്, കുടുംബബന്ധം ചേർക്കേണ്ടതുണ്ട്, അയൽവാസികൾക്ക് നന്മ ചെയ്യേണ്ടതുണ്ട്, പ്രായമുള്ളവരെ ആദരിക്കേണ്ടതുണ്ട്, ഉമ്മയെയും ബാപ്പയെയും ഉപ്പാപ്പയെയും ഉമ്മാമയെയും ബാപ്പന്റെ കുടുംബത്തെയും ഉമ്മയുടെ കുടുംബത്തെയും പരിഗണിക്കേണ്ടതുണ്ട്. കുടുംബബന്ധം മുറിക്കുന്നവന് ദുആക്ക് ഇജാബത്തില്ല. അവന്റെ പാപങ്ങളൊന്നും പൊറുക്കുന്നില്ല, അവന്റെ അമലുകളൊന്നും സ്വീകരിക്കുന്നില്ല. അത് റജബ് 20 ശരി, ശഅബാൻ 15 ശരി, അല്ല ലൈലത്തുൽ ഖദ്ർ തന്നെയാണെങ്കിലും ശരി, കുടുംബബന്ധം മുറിക്കുന്നവന്റെ ദുആക്ക് ഇജാബത്തില്ല, അവന്റെ അമല് സ്വീകരിക്കപ്പെടുന്നില്ല. പലപ്പോഴും സംഘടനാ പ്രവർത്തകന്മാരായി ദീനിന്റെ ഖാദിമീങ്ങളായി രംഗത്ത് വരുന്നവർ തന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് വേണ്ടി സുബ്ഹാനല്ലാഹ് പരസ്പരം വൈരാഗ്യം വെക്കുന്നവരില്ലേ, പരസ്പരം വിദ്വേഷം വെക്കുന്നവരില്ലേ, പരസ്പരം എതിർക്കുന്നവരില്ലേ, കിട്ടുന്ന സമയത്തൊക്കെ ഒരാള് മറ്റൊരാളെ കുറ്റം പറയുന്നവരില്ലേ, എപ്പോഴും ഒരാള് മറ്റൊരാളെ ആക്ഷേപിക്കുന്നവരില്ലേ, എപ്പോഴും മറ്റുള്ളവനെ അവഗണിക്കണമെന്ന് തോന്നുന്നവരില്ലേ, എന്നെ പരിഗണിക്കണമെന്ന് തോന്നുന്നവരില്ലേ, ഞാനൊരു പരിഗണിക്കപ്പെടേണ്ടവനാണെന്ന ചിന്ത വരാറില്ലേ, അവൻ അവഗണിക്കപ്പെടേണ്ടവനാണെന്ന തോന്നലുണ്ടാകാറില്ലേ? വാസ്തവത്തിൽ ആരാണ് റബ്ബിന്റെ അടുക്കൽ പരിഗണിക്കപ്പെടുന്നവൻ, ആരാണ് റബ്ബിന്റെ അടുക്കൽ അവഗണിക്കപ്പെടുന്നവൻ? ഒന്നും അറിയാതെ മറ്റുള്ളവരെ നിസ്സാരപ്പെടുത്തുന്നവരില്ലേ? ഈ ഒരു ചിന്ത മനുഷ്യന്റെ മുഴുവൻ നന്മകളെയും നശിപ്പിക്കുന്ന ചിന്തയാണ്. നീ ലക്ഷക്കണക്കിന് റുപ്പിക സംഭാവന കൊടുത്താലും, നീ 24 മണിക്കൂറും പോസ്റ്ററും നോട്ടീസും എടുത്തൊട്ടിക്കാൻ നടന്നാലും സ്വീകരിക്കപ്പെടൂല. ഇന്നമായ തഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, തഖ്വയുള്ളവരിൽ നിന്ന് മാത്രമേ അല്ലാഹു അമൽ സ്വീകരിക്കുകയുള്ളൂ. തഖ്വയുടെ ഉറവിടം എവിടെയാണ് ചെറുപ്പക്കാരെ? അതേ അത്തഖ്വാ ഹാഹുനാ, അത്തഖ്വാ ഹാഹുനാ, അത്തഖ്വാ ഹാഹുനാ. ഭക്തി ഇവിടെയാണ്, ഭക്തി ഇവിടെയാണ്, ഭക്തി ഇവിടെയാണ്. അഥവാ
മനുഷ്യന്റെ മനസ്സ് ഭക്തിയുള്ളതാകണം. മനുഷ്യന്റെ മനസ്സ് ഭക്തിയില്ലാതെ ബാഹ്യമായ പ്രവർത്തനങ്ങൾ നടത്തിയാൽ അല്ലാഹു ഖബൂൽ ചെയ്യൂല. അതുകൊണ്ട് തന്നെയാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഒരു മുഅ്മിനായ മനുഷ്യനും മറ്റൊരു മുഅ്മിനായ മനുഷ്യനും തമ്മിൽ മിണ്ടാതിരുന്നാൽ, 3 ദിവസത്തിലധികം മിണ്ടാതിരുന്നാൽ ആ മനുഷ്യന്റെ ഒരു സൽക്കർമ്മവും അല്ലാഹു ഖബൂൽ ചെയ്യൂല. മലക്കുകളോട് അല്ലാഹു പറയും, അവരുടെ അമലുകൾ പെൻഡിങ്ങിൽ വെക്കൂ. ഹത്താ യസ്തലിഹാ, അവര് രണ്ടാളുമൊന്ന് പരസ്പരം സലാം പറഞ്ഞ് പരസ്പരം പൊരുത്തപ്പെട്ട് നന്നാകട്ടെ. അത് നന്നാകാത്ത കാലത്തോളം ഇതാ അവരെ അമല് സ്വീകരിക്കണ്ട. പേരോടിന്റെ വകയിൽ പറഞ്ഞതല്ല. നിങ്ങളും അവനും തമ്മിൽ ഒരു ചെറിയ തെറ്റില്ലേ, ഒന്ന് സലാം ചൊല്ലി നിങ്ങൾ തമ്മിലൊന്ന് സംസാരിക്കണമെന്ന് പറയുമ്പോ അവൻ എന്നോട് ചെയ്ത തെറ്റെനിക്ക് മറക്കാൻ കഴിയൂല, ഞാനതൊരിക്കലും പൊരുത്തപ്പെടൂല. അവനോട് ഞാൻ സലാം പറയൂല, അവൻ സലാം ചൊല്ലിയാ ഞാൻ മടക്കൂല. ഞാനും അവനും ഒരു സ്റ്റേജിൽ ഇരിക്കൂല, ഒരു സദസ്സിൽ പങ്കെടുക്കൂല, ഞാനും അവനും കൂടി ഒരു സംഘടനയിൽ ഉണ്ടാകൂല. ഇങ്ങനെ ചിന്തിക്കുന്ന മനസ്സുകളില്ലേ, അതൊന്നും തഖ്വയുള്ള മനസ്സുകളല്ല. ശൈത്താൻ സ്വാധീനം ചെലുത്തിയ മനസ്സുകളാണ്, ഇബ്ലീസ് മുട്ടയിട്ട മനസ്സുകളാണ്. ആ മനസ്സുകളൊക്കെയും കഴുകി വൃത്തിയാക്കി സാലിഹീങ്ങളുടെ ചിന്താഗതിയിലേക്ക് ഔലിയാക്കളുടെ നയവൽവാൻ ഒരുക്കമുണ്ടെങ്കിലല്ലാതെ മനുഷ്യന് ആത്മീയ പുരോഗതിയില്ല കേട്ടോ.